ഓക്കെ, നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ രീതിയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ നിങ്ങളുടെ സെറ്റ് എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെൽ ഷേപ്പ്, ഇത് ഓൾറെഡി ഒരു വട്ടം പറഞ്ഞതാണ്, ബെൽ ഷേപ്ഡ് ആയിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞു ഡേറ്റ കൂടുതൽ ഇവിടെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീനും മീഡിയനും മോഡും എവിടെയായിരിക്കും? ഒരേ പോയിന്റിലായിരിക്കും. മീൻ, മീഡിയൻ ആൻഡ് മോഡ് വിൽ ബി ഇൻ ദ സെയിം പോയിന്റ് എന്നുള്ളതാണ്. അതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഇങ്ങോട്ട് ഇവിടെ ഒരു പോയിന്റ് വെച്ച് പറയുമ്പോൾ മീൻ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് മീൻ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 1.96 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. അത്രയും പെർസെൻറ്റേജ് ഡേറ്റ അങ്ങോട്ടായിരിക്കും, അത്രയും പെർസെൻറ്റേജ് ഡേറ്റ ഇങ്ങോട്ടായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന് സ്ക്യൂനെസ്സും ഒന്ന് കർട്ടോസിസും. സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ദ സിമെട്രി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഇങ്ങനെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമ്മളിതിനെ മടക്കുവാണെങ്കിൽ ഇത് രണ്ടും തുല്യമായിട്ടിരിക്കും. അങ്ങനെ വരാതെ വരുന്ന കേസുകൾ കാണും. അപ്പം ചില സമയത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങോട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണും. അപ്പം ഇങ്ങോട്ട് കുറേ കൂടെ നീണ്ടിരിക്കുന്നതായിട്ട് കാണും. അപ്പം അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് റൈറ്റ് സ്ക്യൂഡ് എന്നാണ്. റൈറ്റ് സ്ക്യൂഡ് എന്നാണ്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്നുള്ളതാണ്. ആ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് ഇവിടെ വരുവാണെങ്കിൽ അതിൻ്റെ അടുത്തായിരിക്കും മീഡിയൻ വരുന്നത്, അതിൻ്റെ അടുത്തായിരിക്കും വീണ്ടും മീൻ വരുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഈ പോയിന്റ്സ് ലൈ ചെയ്യുന്നത്. ആൻഡ് ചില കേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ തിരിച്ച് വരും. അപ്പോൾ ഇവിടെ സിമെട്രി നഷ്ടപ്പെട്ടു, കാരണം ഇതിനെ ഈക്വലി ഫോൾഡ് ചെയ്താൽ ഈക്വലി വരത്തില്ല, കോയിൻസൈഡ് ചെയ്യില്ല എന്നുള്ളത്. ചില കേസിൽ വരുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും, അതായത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അത് ലെഫ്റ്റ് സ്ക്യൂഡ് ആയിരിക്കും. ആൻഡ് അതിന് പറയുന്ന നെഗറ്റീവ്ലി സ്ക്യൂഡ്. അവിടെ വരുമ്പോൾ നമുക്ക് മോഡ് ഇവിടെ വരുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇപ്പുറത്തോട്ടായിരിക്കും മീഡിയൻ വരുന്നത്, അതിൻ്റെ അടുത്ത് ഇപ്പുറത്തോട്ടായിരിക്കും മീൻ വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്ക്യൂനെസ്സിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോൾ സ്ക്യൂനെസ് എന്തായാലും പ്ലസ്സിലോട്ട് പോകും, നെഗറ്റീവ് ആകുമ്പോൾ സ്ക്യൂനെസ് നെഗറ്റീവിലോട്ട് പോകും. നോർമലി ഒരു +1നും -1നും +1നും ഇടയിലാണെങ്കിൽ, പിന്നെ മാക്സിമം പോയ -2 to അത് കർട്ടോസിസ് കൂടി ചേർത്താണ്. ഇങ്ങനെയുള്ള റേഞ്ചിലാണ് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ കേസിൽ പെർഫെക്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിലാണ് വാല്യൂ എങ്കിൽ നമ്മൾ അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് തുല്യമായിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കർട്ടോസിസ് ആണ്. കർട്ടോസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ പീക്ക്നെസ്, അല്ലെങ്കിൽ എത്രമാത്രം സ്റ്റീപ്പായിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പീക്ക്നെസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളുടെ സപ്പോസ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഇതിലും 3 കേസാവുള്ളൂ. ഒന്ന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഭയങ്കര ഇങ്ങനെ പൊങ്ങി സ്റ്റീപ്പായിട്ടിരിക്കും. ചില കേസിൽ വരുന്നത് ഭയങ്കര ഫ്ലാറ്റായിട്ടിരിക്കും. അപ്പം നമുക്ക് 3 രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ വരാം. ഒന്നെന്ന് പറഞ്ഞാൽ നോർമലാകാം. നോർമലിന് ഈ കേസിൽ പറയുന്നത് മീസോകർട്ടിക് എന്നാണ്. അടുത്ത നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ പീക്ഡായിട്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ലെപ്റ്റോകർട്ടിക് എന്നാണ്. ലെപ്റ്റോകർട്ടിക്കും ആൻഡ്
ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേര് പ്ലാറ്റിക്കർട്ടിക് എന്നാണ്. ആൻഡ് ഈ കർട്ടോസിസിൻ്റെ നോർമൽ വാല്യൂ 3 ആണ്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന എക്സസ് ഓഫ് കർട്ടോസിസ് എന്താണെന്നുള്ളത്, എക്സസ് ഓഫ് കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ ഈ കർട്ടോസിസിൻ്റെ വാല്യൂവിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം എക്സസ് ഓഫ് കർട്ടോസിസ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന് എക്സസ് ഓഫ് കർട്ടോസിസ് കെയുടെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ലെപ്റ്റോകർട്ടിക് ആണെങ്കിൽ കെ വിൽ ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പ്ലേറ്റിക്കർട്ടിക് ആണെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് വരുന്ന 2 കൺസെപ്റ്റാണ്. ഒന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച സ്ക്വീനസും, അടുത്തത് കർട്ടോസിസും. അപ്പോൾ സ്ക്വീനസ് എന്ന് പറഞ്ഞാൽ സിമെട്രി കാണിക്കുന്നതാണെങ്കിൽ കർട്ടോസിസ് വീക്ക്നെസ്സിനെ കാണിക്കുന്നതാണ്. ഓക്കെ.